അതിഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളുടെ പെരുമഴയിൽ കുതിർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും ജനപ്രതിനിധി എന്ന നിലയിൽ തുടരാൻ ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹതയുണ്ടോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിലാണ് CPIM-ഉം BJP-യും. അതിനിടെ രാഹുലിനെ കുരുക്കി കൂടുതൽ ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവരുന്നുണ്ട്. രാഹുലിനെ പൊതിഞ്ഞു പിടിക്കുന്ന പ്രതികരണം മൗനം വെടിഞ്ഞ ഷാഫി പറമ്പിൽ നടത്തുമ്പോൾ രാഹുലിനെ VD സതീശൻ കൈവിടുകയാണ് എന്നുള്ളത് ആ പ്രതികരണത്തിലൂടെ വ്യക്തമാണ്. ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നത് രാഹുൽ രാജിവെക്കണ്ടേ എന്നുള്ളതാണ്. രാഹുലിന്റെ പ്രതികരണം ഉടൻ തന്നെ വരും. നമുക്കൊപ്പം മനു പ്രസാദ്, BJP-യുടെ പ്രതിനിധി, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, തത്സമയം തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. ശ്രീ മനു പ്രസാദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഇപ്പോൾ പറയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു വ്യക്തതയില്ല. രാജിവെക്കേണ്ടതല്ലേ രാഹുൽ? രാഹുൽ രാജിവെക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഇനി ഉത്തരമേ ഇല്ല. രാജിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ സൂചിപ്പിച്ചു. കോൺഗ്രസിന് പോലും വേണ്ട എന്ന് അവർ തീരുമാനമെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനമെന്ന് പറയുന്ന കോൺഗ്രസിലെ ഒരു കൂട്ടം ആളുകളുടെ നേതാവായി പോലും ഇരിക്കേണ്ട എന്ന് അവർ തീരുമാനിച്ച ഒരാൾ പാലക്കാട്ടെ MLA ആയി തുടരണമെന്ന് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷാഫി പറമ്പിലും വാശി പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. രാഹുൽ എന്തൊക്കെയാണ് അതിൻ്റെ ആരോപണങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിലെല്ലാം കുറ്റമുണ്ട് എന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടായിരിക്കുമല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി തുടരണ്ട എന്ന് തീരുമാനിച്ചത്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി പോലും അവർക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ഒരാൾ പാലക്കാട്ടെ MLA ആയി തുടരണമെന്ന് UDF-ഉം കോൺഗ്രസും തീരുമാനിക്കുന്ന ഒരു വൈരുദ്ധ്യം ഇവിടെയുണ്ട്. ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു, ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടു, രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് ഈ കാര്യങ്ങൾ നേരിടേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, രാഹുൽ പത്രസമ്മേളനം നടത്തുക സ്വാഭാവികമായിട്ടും മ്യൂസിയത്ത് കിടക്കുന്ന കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയേക്കാൾ കൂടുതലാണ് പല നേതാക്കളുടെയും തൊലിക്കെട്ടി എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ ഈ ആരോപണങ്ങളെക്കുറിച്ച് മാത്രമല്ല, കേവലം ഏതെങ്കിലും ഒരു മെസ്സേജ് അയച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രണയാഭ്യർത്ഥന നടത്തിയതിൻ്റെ പേരിലോ എന്നുള്ളത് മാത്രമല്ല, വഞ്ചിക്കുക, അതുപോലെ തന്നെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുക, മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാതെ പെൺകുട്ടികളെ അത്രമാത്രം മോശമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത ക്രൂരകൃത്യങ്ങളിലേക്ക് നടക്കുക, അങ്ങനെ തുടങ്ങി മാറ്റിവെക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത, നമുക്കൊന്നും യോജിക്കാൻ പറ്റാത്ത നിരവധിയായ കുറ്റകൃത്യങ്ങളുടെ ആരോപണ വിധേയനായിട്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ MLA ആയി തുടരരുത്, രാജിവെക്കണമെന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെയും പാലക്കാട്ടെ ജനതയുടെയും ആവശ്യം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, പാലക്കാടിലെ ജനത ആവശ്യപ്പെടുന്നത്, ഈ നാട് ആവശ്യപ്പെടുന്നത് പാലക്കാട്ടിൻ്റെ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ്. മാധ്യമങ്ങൾക്കെതിരെ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പറഞ്ഞ് വാർത്താസമ്മേളനം നടത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും സാധ്യത കൂടുതൽ. അവരുടെയൊക്കെ ഒരു പൊതു സ്വഭാവം വെച്ച് കേൾക്കുമ്പോൾ രാജിവെക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജിവെക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ശ്രീ മനുപ്രസാദ്, ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം ഇന്ന് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഷാഫി പറമ്പിൽ പറയുന്നതനുസരിച്ച് പരാതികളൊന്നും ഇതുവരെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ആരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ പരാതിക്കാരെ ആയിട്ട് പുറത്തു വന്നിട്ടുള്ള, പരസ്യമായി ധൈര്യപൂർവ്വം പുറത്ത് പറഞ്ഞിട്ടുള്ള യുവനടി, പുതുമുഖ നടി ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് സാങ്കേതികമായി പറഞ്ഞിട്ടില്ല എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്തിന് രാജി എന്ന് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനൊരു കാരണമുണ്ടല്ലോ. ആ കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ളതല്ല, ഒഴിവാക്കാനുള്ളതല്ല, പാലക്കാടിലെ MLA എന്ന നിലയിൽ ഒഴിവാക്കാനാണ്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കരുതായിരുന്നു, പുറത്താക്കരുതായിരുന്നു. യൂത്ത് കോൺഗ്രസിലെ ഉള്ളിലെ ഇത്തരം ആളുകൾക്ക് മാത്രം നീതി കിട്ടിയാൽ മതിയോ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള കടന്നുവരവിൽ പോലും നിരവധിയായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വ്യാജ വോട്ടർ പടി ഉൾപ്പെടെ അടിച്ച് കള്ളത്തരം നടത്തി, ക്രമക്കേട് നടത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായതാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന വലിയ വിമർശനങ്ങളായിരുന്നു. അതിൽ കഷ്ടപ്പെട്ടിരുന്നവർ, പണിയെടുത്തിരുന്നവർ, അതിനോടൊപ്പം നിന്നിരുന്നവർ എല്ലാം ചവിട്ടി മതിക്കുകയും അവരെയെല്ലാം ഒഴിവാക്കപ്പെടുകയുമെന്ന് അവർ പറയുന്ന സാഹചര്യമുണ്ടായി. ഗ്രൂപ്പ് വർക്കിൻ്റെയും ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തു വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പലതും ഞങ്ങൾ ഏതെങ്കിലും പ്രതിപക്ഷത്ത് നിൽക്കുന്നതോ അവർക്കെതിരായിട്ട് നിൽക്കുന്ന ആശയ ഐഡിയോളജിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു നേതാവിനെ കരിവാരി തേക്കാമെന്ന നിലയിൽ കൊണ്ടുവന്ന ഒരു ആരോപണത്തിൻ്റെ ഭാഗമല്ല ഇത്. കേരളത്തിലുടനീളം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും, കോൺഗ്രസിൻ്റെ തന്നെ ഉള്ളിൽ നിന്നും സഹിക്കാതെ പൊട്ടിപ്പുറപ്പെട്ടു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ കേൾക്കുന്നത്. വസ്തുതകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം,
ചില ജനപ്രതിനിധികളെ പോലെ കോൺഗ്രസിൻ്റെ സമുന്നതനായ MP ആയിരുന്ന ആളുടെയൊക്കെ മകൾ പോലും ഇത്തരം കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മെസ്സേജിനെ കുറിച്ചല്ല പറയുന്നത്, അതിനപ്പുറം വൈകാരികമായി ഇടപെടേണ്ടതും തീവ്രമായി ചിന്തിക്കേണ്ടതും ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാക്കേണ്ടതും ചതിക്കപ്പെട്ടതുമൊക്കെ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ തന്നെ ജനപ്രതിനിധി മക്കളുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു പല തലങ്ങളിൽ നിന്ന്. അപ്പോൾ ഇത്തരം ചർച്ചകൾ വ്യാപകമാകുമ്പോൾ അവർ എന്ത് ചെയ്തു? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവണ്ട എന്ന് തീരുമാനിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അല്ലേ എന്ന നിലയിലല്ലേ അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് കിട്ടുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കട്ടെ എന്ന് ഷാഫി പറമ്പിൽ കൊണ്ട് ഇറക്കിയ ആളല്ലേ പാലക്കാട് മത്സരിച്ചത്? യൂത്ത് കോൺഗ്രസ്സുകാർ നിർത്തി, UDFൻ്റെ സ്ഥാനാർത്ഥിയായി, പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPയുടെയും എല്ലാം വോട്ട് നേടി, എല്ലാവരും ചേർന്ന് ഒരു വിജയമുണ്ടാക്കി കൊടുത്തു. പാലക്കാട് ഷാഫിക്ക് പകരം പിൻഗാമി സ്വന്തം അനിയൻ എന്ന നിലയിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി, അവിടെ ജയിപ്പിച്ചു. UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ സീറ്റായിരുന്നു. ഈ അവസ്ഥയിലാണ് അവിടെ മത്സരിപ്പിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രസിഡന്റിനെ വേണ്ട. അവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ പറഞ്ഞത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പുറത്താക്കിയത്. രാഹുൽ തന്നെ പറഞ്ഞത് മുഖവിലക്കെടുത്താൽ ധാർമ്മികമായ രാജിയാണ് എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മുഖവിലക്കെടുത്താലും ആദ്യം ചെയ്യേണ്ടത് ജനപ്രതിനിധി എന്ന നിലയിലേക്കുള്ള രാജിവെക്കലാണ്. ജനപ്രതിനിധിക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് വരാൻ പോകുന്ന ആരോപണങ്ങളെയായാലും കാര്യങ്ങളെയായാലും നേരിടാമെന്നുള്ള ആ ധാർഷ്ട്യത്തെ വച്ചുപൊറിപ്പിക്കാൻ സാധിക്കില്ല. ജനപ്രതിനിധി എന്നുള്ള സ്ഥാനം മാറ്റിവെച്ച് ജനങ്ങളുടെ തലയിലിരിക്കാനുള്ളത് മാറ്റിവെച്ച് ആരോപണങ്ങളെ നേരിടണം. കോടതിയിൽ നേരിടണമെങ്കിൽ അങ്ങനെ നേരിടണം. തൽക്കാലം ഞങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ ആവശ്യമുള്ളൂ, ജനപ്രതിനിധി എന്നുള്ള പ്രിവിലേജ് ഉപയോഗപ്പെടുത്തി ഇനി ഈ ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ശ്രമം രാഹുലിന് ഒരിക്കലും സാധിക്കാൻ പാടില്ല. അദ്ദേഹത്തെ പുറത്താക്കാൻ, ഇമ്മീഡിയറ്റ്ലി പുറത്താക്കാൻ VD സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ഇടപെടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ VD സതീശനും ഷാഫി പറമ്പിലും എല്ലാം അയാളെ ചേർത്ത് പിടിക്കുകയും കൂട്ടി നിർത്തുകയും ചെയ്യുന്നൊരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ, അവരുടെ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞു പൊങ്ങിയ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ തൽക്കാലം യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം അങ്ങ് രാജിവെച്ചോട്ടെ, MLA ആയി തുടർന്നോളൂ എന്നുള്ളതാണ്. രാഹുലിന് ലാഭമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? MLA ആകാനും മന്ത്രിയാകാനും ഒക്കെ മാത്രമുള്ളതാണ് എന്ന് രാഹുൽ തന്നെ പറയാതെ പലതവർത്തി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് കള്ളവോട്ട് ചെയ്യിപ്പിച്ച് ക്രമക്കേട് നടത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്ന എല്ലാ തെറ്റായ പ്രവണതകളും സ്വീകരിച്ചത്. ഇന്ന് അതിനെല്ലാമുള്ളൊരു തിരിച്ചടി, അതിനുള്ള അവസരം യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇനി രാഹുൽ തുടർന്നാലും ശരി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാറിയാലും ശരി, യൂത്ത് കോൺഗ്രസിൻ്റെ ആര് എന്താവണം എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. പാലക്കാട്ടെ MLA ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ശ്രീ മനുപ്രസാദ്, ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ ഇടപെടണം. ഷാഫി പറമ്പിൽ കൊണ്ട് അടിച്ചേൽപ്പിച്ചതാണിത് എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. ശ്രീ മനുപ്രസാദ്, അങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ പാലക്കാടിൻ്റെ MLA ആയി നിലവിൽ തുടരുന്ന ഒരു സാഹചര്യമാണല്ലോ. അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധി തന്നെയാണല്ലോ. പക്ഷേ പാലക്കാട്ടേക്ക് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. ഈ ആരോപണങ്ങളെല്ലാം വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം പാലക്കാട് നിന്ന് കുറച്ച് ദിവസങ്ങളായി അടൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അടൂരിലെ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ ആരോപണങ്ങളാണ്, പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ശാസ്ത്ര മേളയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ നിന്ന് സർക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭ ഒരു പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തോട് വരേണ്ട പ്രതിഷേധ സാഹചര്യങ്ങൾ ഉണ്ട് എന്നറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം പാലക്കാടിൻ്റെ MLA ആയി തുടരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പാലക്കാട് അവിടെ എത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ ആ ഓഫീസിലെത്തി ഒരു MLA നിൽക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല, ഒരു കാര്യം പറയാം, അദ്ദേഹത്തെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് പാലക്കാട് BJPയും യുവമോർച്ചയും ഒക്കെയാണ്. അദ്ദേഹത്തെ പാലക്കാട് കാലുകുത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇനി സർക്കാർ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ സൊമാറ്റോയെ കേസെടുക്കാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് LDF സർക്കാർ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, ആ പ്രശ്നത്തിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുക എന്നുള്ളതാണ് പ്രഥമമായി ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ നിലനിൽക്കും. പാലക്കാട് പോകാനോ ജനങ്ങളെ സേവിക്കാനോ ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാനോ ജനങ്ങൾക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ ഒരു സമയവും ഇദ്ദേഹം ചെലവഴിച്ചിരുന്നില്ല എന്ന് പാലക്കാട്ട് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി പുറത്തു വരുന്നത്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അവർ മാറ്റിയ ഒരാൾ
പാലക്കാടിലെ ജനതകളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇനി അദ്ദേഹത്തിന് സാധ്യമല്ല. ഇതെല്ലാം വച്ചുകൊണ്ട് പാലക്കാട്ട് വന്ന് വീണ്ടും ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, പാലക്കാട്ടിലെ ഒരു ജനതയും അത് ഉൾക്കൊള്ളുന്നില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നഗരസഭയുടെ പരിപാടികളിൽ നിന്ന് ഇന്നലെ മാറ്റി പാലക്കാട്ടെ പല പരിപാടികളിൽ നിന്നും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിൽ MLA എന്ന നിലയിൽ അധ്യക്ഷത വഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒളിപ്പോര് നടത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ഇടമല്ല പാലക്കാട്ടിലെ MLA എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി സ്ഥാനം. അങ്ങനെ പാലക്കാട്ടുകാരുടെ ദുരിതം അങ്ങനെ എപ്പോഴും മാറി മാറി വരുന്ന ഈ ട്രോളുകളുടെയും PR വർക്ക് നടത്തുന്ന നന്മമരങ്ങളുടെയും ഒക്കെ ചുമലിൽ നിൽക്കാനുള്ള ഗതികേടാണ് പാലക്കാടിലെ ജനതയ്ക്ക് എന്ന് ഇനി പാലക്കാടിലെ ജനത തിരിച്ചറിയാൻ പോകുന്നുണ്ട്. അവർ അത് തിരിച്ചറിയുന്നുണ്ട്, അവർ അതിനുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. എത്രയെത്ര മഹാരഥരായ ആളുകൾ ജനിച്ചു വളർന്നൊരു നാടാണ് പാലക്കാട്. പാലക്കാടിൻ്റെ മണ്ണ് കേരളത്തിന് സംഭാവന നൽകിയ നിരവധി ആളുകളുണ്ട്. അവരുടെ വിക്ടോറിയ കോളേജ് ഉൾപ്പെടെയുള്ള പ്രമുഖമായ കോളേജുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പാരമ്പര്യം പേറുന്ന നാടാണ്. ആ നാട്ടിൽ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്ന വരാൻ പറ്റാത്ത പാലക്കാട്ടുകാരൻ കൂടിയല്ലാത്തൊരു MLA സഹിക്കേണ്ട ഗതികേട് പാലക്കാടിലെ ജനതയ്ക്കില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട് അദ്ദേഹം വരുന്നില്ല എന്നുള്ള പരാതിയല്ല, പാലക്കാട്ടത്തേക്ക് അദ്ദേഹം വരണ്ട എന്നുള്ളതാണ് ആവശ്യം ജനങ്ങളുടെ. ഓക്കെ, പാലക്കാട് രാഹുലിനെ കാല് കുത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാടായി മനുപ്രസാദ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. വളരെ നന്ദി ശ്രീ മനുപ്രസാദ് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്.